ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hello everyone, welcome to Lakshya School Plus. This is Miroshna, your economics faculty. അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടു ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ തേർഡ് ചാപ്റ്ററായ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഒക്കെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ തേർഡ് ചാപ്റ്റർ വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇക്കണോമിക്സ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാണ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കി ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇക്കണോമിക് പോളിസീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഈ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, ഏതൊക്കെ സോഴ്സസ് നിന്ന് കളക്ട് ചെയ്യുക, എന്തൊക്കെ രീതിയിൽ കളക്ട് ചെയ്യുക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഓരോന്നിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മുടെ കയ്യിൽ ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ഇനി കളക്ട് ചെയ്ത ഡാറ്റ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ അനാലിസിസ് എന്ന് പറഞ്ഞ പാർട്ടാണ് ഇനി പഠിക്കാനുള്ളത്. ഈ അനാലിസിസിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സൽ അനാലിസിസിന് വേണ്ടി നമ്മൾ ഡാറ്റ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതാണ് ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്, 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിനും ഡിഫറൻസസ് എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പ്രിപ്പയർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഡാറ്റ ഒരു ടേബിൾ ആക്കി കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യണം, അതെങ്ങനെയാണെന്ന് പഠിക്കണം. പിന്നെ നമ്മൾ ക്ലാസ്സസ് ഉണ്ടാക്കണം. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ഡാറ്റ ഗ്രൂപ്പ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ടാലി മാർക്ക് എങ്ങനെ ചെയ്യുന്നു, ഫ്രീക്വൻസി ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ടാലി മാർക്കിംഗ്. അപ്പോൾ ഈ ടാലി മാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിവേരിയേറ്റ് ആൻഡ് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ 2 ടൈപ്പ് വരുന്നുണ്ട്, യൂണിവേരിയേറ്റ് ആൻഡ് ബൈവേരിയേറ്റ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന റോ ഡാറ്റയാണ്. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ കാണുന്നില്ലേ, ക്ലാസിഫൈ ചെയ്യുന്നതിന് മുന്നേയുള്ള ഡാറ്റ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞു ഡാറ്റ കളക്ട് ചെയ്തു, നമ്മൾ ആൾക്കാരുടെ അടുത്ത് പോയി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത ഡാറ്റ ഇപ്പം ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. കുറേ ഡാറ്റാസ് ഉണ്ട്, നമുക്ക് ഇതിനെന്താ ഒരു ഓർഡർ ഒന്നും ഇല്ല, വെറുതെ ഇങ്ങനെ കുറേ ഡാറ്റാസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പം നമ്മളൊരു ക്ലാസ്സിൽ കുട്ടികളുടെ മാർക്ക് കളക്ട് ചെയ്താണെന്ന് വിചാരിച്ചു. അപ്പോൾ മാർക്ക് കളക്ട് ചെയ്ത് മുഴുവൻ മാർക്കും നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്ലാസിഫൈ ചെയ്യുന്നതിന് മുന്നേയുള്ള ഡാറ്റ, കളക്ട് ചെയ്ത ഉടനെ കിട്ടുന്ന ഡാറ്റയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന പഠിക്കുന്നത്. അപ്പോൾ റോ ഡാറ്റയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്തിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ റോ ഡാറ്റ ഉണ്ട്, നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഡാറ്റ കളക്ട് ചെയ്തത്? എന്തെങ്കിലും ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഇക്കണോമിക് പോളിസീസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇക്കണോമിക്സിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കളക്ട് ചെയ്ത ഡാറ്റയെ നമുക്ക് പോളിസീസിന് വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ അത് അനലൈസ് ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലേ. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് വെറുതെ ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, ഇതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ എടുക്കാനുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ദ റോ ഡാറ്റ ആർ സമ്മറൈസ്ഡ് ആൻഡ് മെയ്ഡ് കോംപ്രഹെൻസിബിൾ ബൈ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ക്ലാസിഫിക്കേഷനിൽ കൂടി നമ്മൾ അതാ ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എടുത്തിട്ട് സമ്മറൈസ് ചെയ്തു, അതിനെ കോംപ്രിഹെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ അതിനൊരു യൂസ്ഫുൾ ഫോമാറ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സമ്മറൈസിങ് ആൻഡ് ബീങ് കോംപ്രിഹെൻഡിങ് റോ ഡാറ്റ. ഇപ്പോൾ ഇവിടെ കാണിച്ചില്ലേ കുറേ ഫിഗേഴ്സ്, സ്ക്വയർ, സർക്കിൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് റോ ഡാറ്റ അല്ലെ. നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്ത് ഇരിക്കുന്നത് ഈ ഒരു ഫോമിലായിരിക്കും.
കുറേ സംഭവങ്ങളുണ്ടാവും, എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ കിടക്കുവാണ്. ഇതിനെ നമുക്ക് എത്ര സ്ക്വയർ ഉണ്ട് അല്ലെങ്കിൽ എത്ര സർക്കിൾ ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ സ്ക്വയറിനെ സെപ്പറേറ്റ് ആക്കണം, സർക്കിളിനെ സെപ്പറേറ്റ് ആക്കണം, അല്ലെ? അതായിരിക്കും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ ആയിട്ട് നമുക്ക് അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ യൂസ് ആയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ഈ ഒരു ഫോമാറ്റിൽ കിടക്കുന്ന ഡാറ്റ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. ഒരു ഡിസിഷൻ എടുക്കാനോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കും, അതിൽ നിന്നൊരു അനാലിസിസ് നമുക്ക് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യുകയാണ്. ഇപ്പം കണ്ടില്ലേ, ഇവിടെ സ്ക്വയേഴ്സിനൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി, ഇനി സർക്കിൾസിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി, ഓവൽ ഷേപ്പിന് ഒരു ഗ്രൂപ്പാക്കി മാറ്റി, അതേപോലെ തന്നെ ട്രയാങ്കിൾസിന് ഒരു ഗ്രൂപ്പാക്കി മാറ്റി. അപ്പം ഇങ്ങനെ ഓരോന്നിനും ഒരു ഗ്രൂപ്പാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആ ഡാറ്റ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായി, അതിന്റെ ബേസിൽ ഡെസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഇസ് എ പ്രോസസ് ഓഫ് സമ്മറൈസിങ് ആൻഡ് കോംപ്രഹെൻഡിങ് ദറ്റ് റോ ഡാറ്റ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താ, ക്ലാസിഫൈ ചെയ്യണം, അല്ലെ? ഞാൻ പറഞ്ഞ 4 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്. ഈ 4 മെത്തേഡ്സ് ആണ്. ഇതൊക്കെ ഈ മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് വലിയ എന്തൊക്കെ സംഭവം. നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പാക്കി വെക്കുന്നില്ലേ, അതൊക്കെ പോലെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഡാറ്റ എടുത്തിട്ട് നമ്മൾ കുറേ ഗ്രൂപ്പാക്കി മാറ്റുന്നു. അപ്പോൾ അതിന് വേണ്ടി മെയിൻലി നമ്മൾ എക്കണോമിക്സിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ 4 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 4 മെത്തേഡ്സ്? ഇത് മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പറഞ്ഞ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ എന്താണ്, സ്പേറ്റിയൽ ക്ലാസിഫിക്കേഷൻ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഈ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡാറ്റയെ 4 രീതിയിലാണ് നമുക്ക് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്, ക്രൊണോളജിക്കൽ. ക്രൊണോളജി എന്ന് എപ്പോഴും പറയുമ്പോൾ അത് ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതിനാണ് നമ്മൾ ക്രൊണോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്കിൽ നോക്കുന്ന ടൈം മാത്രമല്ല പറയുന്നത്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ, ഒരു മന്ത്, അല്ലെങ്കിൽ വീക്ക്, ഇയർ, ഇതിനൊക്കെ നമ്മൾ ടൈം തന്നെയാണ് പറയാം. ഒരു ടൈം പീരീഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ടൈം പീരീഡിന്റെ ബേസിൽ നമ്മളെ കയ്യിൽ ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെന്ത് പറയാം, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എല്ലാ ക്ലാസിഫിക്കേഷൻസും ഒരുമിച്ച് ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഈ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. The organization based on time is called chronological classification. ടൈമിൻ്റെ ബേസിൽ നമ്മൾ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ ക്രൊണോളജിക്കലി ഓർഗനൈസ്ഡ് ഡാറ്റ ഈസ് കോൾഡ് ടൈം സീരീസ്. നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ഡാറ്റയെ നമ്മൾ ടൈം സീരീസ് എന്ന് വിളിക്കും. ഇപ്പോൾ ഇവിടെ ഇയറും കുറേ സെയിൽസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഫാക്ടറിയിലെ സെയിൽസ്, ഓരോ വർഷം എത്ര സെയിൽസ് ഉണ്ടായി, അതിൻ്റെ ഒരു ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ കുറേ സെയിൽസ് ഡാറ്റ കിടപ്പുണ്ട്. അതിനെ നമ്മൾ ഇയർ വൈസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റില്ലേ, കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഈ വർഷം കൂടിയോ കുറഞ്ഞോ, ആ ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്താ ചെയ്തത്, ടൈമിൻ്റെ ബേസിൽ, ടൈം എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡിൻ്റെ ബേസിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്ന ഡാറ്റ ക്ലാസിഫൈ ചെയ്തു അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഓരോ വർഷത്തെയും സെയിൽസ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കുവാണ്. ഇപ്പോൾ ഇവിടെ 2015 നമുക്ക് 25,000 യൂണിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, 2016 46,000 യൂണിറ്റ്സ് ഉണ്ട്, 2017 70,000 യൂണിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. എന്താ, നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ആദ്യം 25 ആയിരുന്നു, പിന്നെ അത് 46 ആയി, 70 ആയി, 90 ആയി, 1 lakh ആയി. വേറെ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ, ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ലാസ്റ്റത്തെ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഒന്ന് കുറഞ്ഞില്ലേ, 90 പിന്നെ 1 lakh, 10,000 ഇൻക്രീസ് മാത്രമേ ഉണ്ടായുള്ളൂ. ആദ്യമൊക്കെ വന്ന ഇൻക്രീസ് നോക്കിയാൽ ഒരുപാട് ഇൻക്രീസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഇൻഫർമേഷൻ നമുക്കിത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഇത് വെറുതെ ക്ലാസിഫൈ ചെയ്യാതെ കുറേ ഇപ്പോൾ 25,000 46,000 ഒക്കെ വെറുതെ ഡാറ്റ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്കതിൽ നിന്ന് യൂസ്ഫുൾ അല്ല അല്ലേ. ഇപ്പോൾ മനസ്സിലായില്ല നമ്മൾ എന്തിനാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്കത് ഏതെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോമാറ്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഡെസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ടൈമിൻ്റെ ബേസിൽ, ക്രൊണോളജി എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിൽ വരേണ്ട എന്താ,
ടൈം. രണ്ടാമത്തത് സ്പേറ്റിയൽ ക്ലാസിഫിക്കേഷൻ. സ്പേറ്റിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പേസിനനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. സ്പേറ്റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നു. ദ ഡാറ്റ ക്ലാസിഫൈഡ് വിത്ത് റെഫറൻസ് ടു ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് സച്ച് ആസ്. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വേണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ബേസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് വൈസ്, കൺട്രി വൈസ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സച്ച് ആസ് കൺട്രി, സ്റ്റേറ്റ്, സിറ്റി, ഡിസ്ട്രിക്ട്, ഇതിനൊക്കെ ബേസിൽ നമ്മുടെ കയ്യിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പേറ്റിയൽ. സ്പേറ്റിയൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ക്രോണോളജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് ടൈം. ഇപ്പം ടൈമിനനുസരിച്ച്, ടൈം പീരിയഡിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇപ്പോൾ സ്പേറ്റിയൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ. ആവറേജ് ഈൽഡ് ഓഫ് റൈസിൻ്റെ പ്രൊഡക്ഷനാണ് കാണിച്ചിരിക്കുന്നത് ഡ്യൂറിങ് 2014-15 ഇയറിൽ നമ്മൾ റൈസിൻ്റെ പ്രൊഡക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. തമിഴ്നാടുവിൽ എത്ര കിലോഗ്രാം പെർ ഹെക്ടർ വന്നിട്ടുണ്ട്, ഇനി കർണാടകയിൽ എത്ര വന്നിട്ടുണ്ട്, കേരളത്തിൽ എത്ര വന്നിട്ടുണ്ട്, ഉത്തർപ്രദേശിൽ എത്ര വന്നിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ എത്ര വന്നിട്ടുണ്ട്, ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റൈസ് പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലേ? ഏറ്റവും കുറവ് നടക്കുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവിടെ കൂടുതൽ, എന്തുകൊണ്ടാണ് ഇവിടെ കുറവ്? ആ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സീഡ്സിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് അതിൻ്റെ അഗ്രികൾച്ചറിൽ അത്ര പ്രാവീണ്യമില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല ഈ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഡാറ്റയിൽ നമുക്ക് എന്ത് ചെയ്തു? നമ്മളെ കയ്യിലുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തു? എന്തിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു? ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ ബേസിൽ. അപ്പോൾ ഇവിടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള പ്രൊഡക്ഷൻ നമ്മളിവിടെ കാണിച്ചു, റൈസിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഒന്നാമത്തത് ക്രോണോളജിക്കൽ ടൈം പീരിയഡിൻ്റെ ബേസിൽ, രണ്ടാമത്തെ സ്പേറ്റിയൽ എന്ന് വെച്ചാൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ആട്രിബ്യൂട്ടിനാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ് ഓർ ബാഡ് എന്നൊക്കെ പറയില്ലേ, അതൊരു ആട്രിബ്യൂട്ടാണ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി നമുക്ക് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലേ? ഇപ്പം നമ്മൾ ഒരാളോട് ഒരു ക്വാളിറ്റി, ഇപ്പം അയാൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്പറിൽ ഇത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറയില്ല, യെസ് ഓർ നോ എന്നേ പറയുള്ളൂ, അല്ലേ? നിങ്ങൾ പങ്ക്ച്വൽ ആണോ? അപ്പോൾ യെസ് ഓർ നോ. അല്ലെങ്കിൽ ഞാൻ 2 പങ്ക്ച്വലാണ് 3 പങ്ക്ച്വലാണെന്ന് പറയില്ല. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമ്മൾ നോർമലി നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാറില്ല, ക്ലാസിഫൈ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ യെസ് ഓർ നോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ബേസിലായിരിക്കും നമ്മൾ ചിലപ്പം അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്തു. ലിറ്ററേറ്റ് ആണോ ഇല്ലിറ്ററേറ്റ് ആണോ? ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ലിറ്ററേറ്റ് ആണോ ഇല്ലിറ്ററേറ്റ് ആണോ? അപ്പോൾ യെസ് ഓർ നോ എന്നുള്ളൊരു ആൻസർ പറയുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ആൾക്കാരിൽ ലിറ്ററേറ്റ് വേറെ ഇല്ലിറ്ററേറ്റ് വേറെ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി ലിറ്ററേറ്റിലും ഇല്ലിറ്ററേറ്റിലും ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ? അപ്പോൾ അതിൻ്റെ ബേസിൽ അവരെ ഒന്നും കൂടി ക്ലാസിഫൈ ചെയ്തു. അതിനുശേഷം അവരോട് എല്ലാവരോടും ചോദിച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ 4 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അല്ലേ? ലിറ്ററേറ്റ് മെയിൽ, ലിറ്ററേറ്റ് ഫീമെയിൽ, ലിറ്ററേറ്റ് മെയിൽ, ഇല്ലിറ്ററേറ്റ് മെയിൽ, ഇല്ലിറ്ററേറ്റ് ഫീമെയിൽ. ഇവരോട് എല്ലാവരോടും നമ്മൾ ചെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർ യു മാരീഡ് ഓർ നോട്ട്? അപ്പോൾ അതിൻ്റെ ബേസിൽ അവരെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്തു. നമ്മുടെ കയ്യിൽ എത്ര ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായി? 1 2 3 4 5 6 7 8 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായി, അല്ലേ? അപ്പോൾ ഈ 8 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ പോപ്പുലേഷനിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള മെയിലിൽ മാരീഡ് ആൾക്കാർ, ലിറ്ററേറ്റ് ആയിട്ടുള്ള മെയിലിൽ അൺമാരീഡ് ആൾക്കാർ, ഇങ്ങനെ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ കിട്ടി. ഇതൊക്കെ ക്വാളിറ്റിയുടെ ബേസിലാണ്. നമ്മൾ ചോദിച്ചത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ആർ യു മാരീഡ് ഓർ നോട്ട്, അല്ലെങ്കിൽ ആർ യു, 2 ഓപ്ഷൻ മാത്രമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ വെച്ച് നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയും. Qualitative data will be checking the presence or absence of an attribute or quality. But it is the data organized with reference to qualities are called qualitative organization or qualitative classification. And next വരുന്ന 4ാമത്തെ എന്തായിരുന്നു? ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പറിലല്ല, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ദ ഡാറ്റ ഓർഗനൈസ്ഡ് വിത്ത് റെഫറൻസ് ടു ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആക്കാം, മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഡാറ്റയെ നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആക്കാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ. എങ്ങനെ?
മാരിറ്റൽ സ്റ്റാറ്റസിന്റെ ബേസിൽ ഇവിടെ ഒരു ഡാറ്റ കാണിച്ചിട്ടുണ്ട്. അൺമാരീഡ് ആയിട്ടുള്ള 14 പേരുണ്ട്. അപ്പോൾ യെസ് ഓർ നോ അല്ല അവിടെ നമ്മൾ ചോദിച്ചത്. യെസ് ഓർ നോ ചോദിച്ച് കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തിട്ടു. എത്ര പേര് യെസ് പറഞ്ഞു, എത്ര പേര് നോ പറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകുമ്പോൾ അതിനെന്ത് പറയാം, ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയാം. അപ്പം അൺമാരീഡ് ആയിട്ടുള്ള 14 പേരുണ്ടായിരുന്നു, മാരീഡ് ആയിട്ടുള്ള 181 ആൾക്കാരുണ്ടായിരുന്നു, വിഡോവർ ഓർ വിഡോ എന്ന് പറഞ്ഞിട്ട് 5 പേരുണ്ടായിരുന്നു. മൊത്തം 200 പേരെടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഇത്ര പേരുണ്ടായിരുന്നു. അത് നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ക്ലിയർ ആണല്ലോ. 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ എന്തായിരുന്നു, ക്രൊണോളജിക്കൽ ടൈമിൻ്റെ ബേസിൽ, രണ്ടാമത്തെ സ്പേറ്റിയൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ ബേസിൽ, മൂന്നാമത്തെ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ബേസ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ആൻ ആട്രിബ്യൂട്ട്, ആ രീതിയിലും പറയാം. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റീസ് ഓർ നമ്പേഴ്സ്, ഇതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ, ഈസി അല്ലേ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ടേം ഉണ്ട്, വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേറ്റ് ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് വേരിയബിൾസ് എന്ന് പറയാം. അതാണ് വേർഡ് മീനിങ് വരുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കീപ്പ് ഓൺ ചേഞ്ചിങ്, അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ വേരിയബിൾ എന്ന് പറയും. അപ്പം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പം കുറേ ആൾക്കാരുടെ ഹൈറ്റിൻ്റെ ഡാറ്റ ചോദിക്കാം. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 150 സെൻറ്റിമീറ്റർ, അപ്പം ഹൈറ്റിൻ്റെ വാല്യൂ 150. രണ്ടാമതൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 160, അപ്പോൾ ഹൈറ്റിൻ്റെ വാല്യൂ അവിടെ മാറിയില്ലേ. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. അതിനൊരു ഫിക്സ്ഡ് വാല്യൂ ഇല്ല, അതിങ്ങനെ വേരിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വേരിയബിൾസ് ആർ എനിത്തിങ് ഹൂസ് വാല്യൂസ് ആർ ചേഞ്ചിങ്, വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം, വേരിയബിൾസ് എന്ന് പറയാം. ദേ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. അതിനെ നമ്മൾ മെയിൻലി 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. ഒന്നെന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ, രണ്ടാമത്തത് കണ്ടിന്യൂസ് വേരിയബിൾ. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. എ കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ, എന്ത് ന്യൂമറിക്കൽ വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇൻറ്റീജർ എടുക്കാം, ഫ്രാക്ഷൻസ് എടുക്കാം, ഇറാഷണൽ വാല്യൂസ്, എന്ത് വാല്യൂ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ്. പേരിൽ തന്നെ ഉണ്ട് കണ്ടിന്യൂസ്, എന്ത് വേണമെങ്കിലും എടുക്കാം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്നത് എന്താ, 0 1 2 3 എന്നല്ലേ. 0 1 2 3 അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 1ൻ്റെയും 2ൻ്റെ ഇടയിൽ ചില നമ്പേഴ്സ് വരില്ലേ, 1.5 1.25, ഇതൊക്കെ ചേർന്നതാണ് കണ്ടിന്യൂസ് നമ്പേഴ്സ്. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് നമ്പേഴ്സിൽ എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് നമ്പേഴ്സിൽ 150 സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ ഇത്ര ഫീറ്റ് ആൻഡ് ഇത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം, പോയിന്റ് ഇട്ട് കാണിക്കാം. അതേപോലെ വെയിറ്റ് നമുക്ക് പോയിന്റ് ഇട്ട് കാണിക്കാം. ഒരാളുടെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 51.5 ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. അപ്പോൾ 51 52 ഇടയിലുള്ള ഒരു നമ്പറും കൂടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇതിനാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് വേരിയബിൾസ് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ അല്ലെ. ഫ്രാക്ഷൻസ് എടുക്കാം, ഇറേഷണൽ നമ്പേഴ്സ് എടുക്കാം, ഡെസിമൽ പോയിന്റ്സ് എടുക്കാം, 12.5 എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അത് ഫ്രാക്ഷൻസ് ആയി. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്തായിരിക്കും, എല്ലാ വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, ഹോൾ നമ്പേഴ്സ് മാത്രം എടുക്കാൻ പറ്റുന്നതായിരിക്കും ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ദ വേരിയബിൾസ് വിച്ച് റിസീവ് ഹോൾ നമ്പേഴ്സ് ആസ് ദർ വാല്യൂ, ഹോൾ നമ്പേഴ്സ് മാത്രമാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിനാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 അതിൻ്റെ ഇടയിലൊന്നും ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, അപ്പം നമുക്ക് പോയിന്റ് ഫ്രാക്ഷൻ ആവശ്യമുണ്ടോ, ഇല്ല അല്ലേ. നമ്മൾ എന്താ പറയണത്, ഒരാൾ അല്ലെങ്കിൽ 2 ആൾ അല്ലെങ്കിൽ 3 ആൾ, ഹോൾ നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഈ കളിയിൽ എത്ര ഗോൾ അടിച്ചു, അപ്പം നമ്മൾ എന്താ പറയും 2 ഗോൾ 3 ഗോൾ എന്നല്ലേ പറയുള്ളൂ, 2.5 ഗോളൊന്നും അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് വേരിയബിൾസ് ആയിരിക്കും, ഡിസ്ക്രീറ്റ് വേരിയബിൾ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ക്രിക്കറ്റ് സ്കോർ, ഫാമിലി സൈസ്, ഇതൊക്കെ എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആയിരിക്കും. മാർക്ക് എന്നൊക്കെ പറയുന്ന കണ്ടിന്യൂസ് വേരിയബിളാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ എത്രയാ 39.5 ഒക്കെ മാർക്ക് വാങ്ങിക്കാം അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് അതിനൊക്കെ നമ്മൾ കണ്ടിന്യൂസ് വേരിയബിളിലിടും, അങ്ങനെ അല്ലാത്തതിനൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിളിലിടും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ,
ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ എന്താണെന്ന്, ഹൈറ്റ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റാർസ് ഇൻ ദ യൂണിവേഴ്സിലുള്ള സ്റ്റാർസിൻ്റെ നമ്പറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേരിയബിൾസ് എന്താണ്, എനിത്തിങ് ഹൂസ് വാല്യൂസ് ആർ ചേഞ്ചിങ്, അതിന് നമ്മൾ വേരിയബിൾ എന്ന് പറയും. 2 ടൈപ്പ് ഓഫ് വേരിയബിൾ ഉണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്പർ എടുക്കാം, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് ഓൺലി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി എന്നാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഇതിൻ്റെ വേവ് ലെങ്ത് പറയുന്ന ഫ്രീക്വൻസി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സാധനം എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു, ദ റേറ്റ് അറ്റ് വിച്ച് സംതിങ് ഒക്കേഴ്സ് ഓവർ എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. അപ്പം നമ്മൾ ഒരു സാമ്പിളിനകത്ത് ഒരു സാധനം എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡാറ്റക്കകത്ത് ഒരു പെർട്ടിക്കുലർ വേരിയബിൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളുടെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് 20 എന്നുള്ള മാർക്ക് 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 എന്ന് പറഞ്ഞ സംഭവം റിപ്പീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ 20ൻ്റെ ഫ്രീക്വൻസി 2 എന്ന് നമുക്ക് പറയാം. എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, അതാണ് ഫ്രീക്വൻസിയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഡാറ്റ കിടപ്പുണ്ട്, ഇതിനകത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും 30 എന്ന് പറയുന്ന നമ്പർ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കേ. ഫസ്റ്റ് റോയിൽ ഒരു 30 ഉണ്ട്, സെക്കൻഡ് റോയിലില്ല, തേർഡ് റോയിൽ നമുക്കൊരു 30 കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് 30 എന്ന് പറഞ്ഞ വാല്യൂ 2 തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 2 എന്ന് പറയാം. അപ്പോൾ ഇതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് സംതിങ് ഒക്കേഴ്സ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഓർ ഇൻ എ ഗിവൺ സാമ്പിൾ. ഒരു ഗിവൺ സാമ്പിളിനകത്ത് എത്ര തവണ ഒരു ഡാറ്റ ഒക്കർ ചെയ്തു അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തു, ഇതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ കോംപ്രഹെൻസീവ് വേ ടു ക്ലാസിഫൈ റോ ഡാറ്റ ഓഫ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിൻ്റെ റോ ഡാറ്റ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു വേ ആണ് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ കോംപ്രഹെൻസീവ് വേ ടു ക്ലാസിഫൈ റോ ഡാറ്റ ഓഫ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ മാത്രമേ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു വേ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എ വേരിയബിൾ ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ ഒരു വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ഇതിൽ കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ 0 to 5 എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. രണ്ടാമത്തത് 5 to 10 എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, അതിൻ്റെ ഫ്രീക്വൻസി 12 ആണ്. ഇതിൻ്റെ അർത്ഥം 0 മുതൽ 5 വരെയുള്ള ഒരു നമ്പർ വരുവാണ്. നമ്മുടെ കയ്യിൽ കുറേ ഡാറ്റ ഉണ്ട്, അതിൻ്റെ ഇടയിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പം 0ൻ്റെ 5ൻ്റെ ഇടയിൽ 3 നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഒരു നമ്പർ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്, ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ 0ക്കും 5നും ഇടയിലുള്ള നമ്പർ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു. ഇനി 5നും 10നും ഇടയിലുള്ള നമ്പേഴ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു. ഇനി 10നും 15നും ഇടയിലുള്ള നമ്പേഴ്സ് കാണിച്ചിട്ടില്ല. 15നും 20ക്കും ഇടയിലുള്ള നമ്പേഴ്സ് 35 നമ്പേഴ്സ് വരുന്നുണ്ട് 15നും 20ക്കും ഇടയിൽ. അപ്പോൾ 15ൻ്റെ ഇടയിൽ 16 17 18 19 20 ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ 2 3 16 ഉണ്ടാവും, കുറേ 17 ഉണ്ടാവും. അതാണ് നമുക്ക് 35 വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഷോസ് ഹൗ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വേരിയബിൾ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഡിഫറെൻറ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ എന്തോടെ കാണിക്കുന്നുണ്ട്, ഫ്രീക്വൻസിയും കൂടെ കാണിക്കുവാണെങ്കിൽ അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസും കൂടെ പഠിക്കാം. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ക്ലാസ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലാസ് ലിമിറ്റ്സ് ആർ 2 ends ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ 2 എൻഡിനാണ് നമ്മൾ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, 40 to 49 2 എൻഡ് എന്താ, 40യും 49. ഇത് തന്നെയാണ് നമ്മൾ എന്താ പറഞ്ഞത്, ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞത്. ഇനി ഈ ക്ലാസ് ലിമിറ്റിൽ 2 എണ്ണം ഉണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് അല്ലേ. The lowest value is called lower class limit. Lowest value നമ്മൾ lower class limit എന്ന് പറയും. And the highest value or the upper class limit. Highest value നമ്മൾ എന്ത് വിളിക്കും, upper class limit. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, 40 to 49 ഏതാ ലോവർ, 40. ഏതാ അപ്പർ,
49. സിമ്പിൾ. അപ്പോൾ 40 to 49 എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിനകത്ത് ലോവർ ലിമിറ്റ് 40യും അപ്പർ ലിമിറ്റ് 49 ആണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ക്ലാസ് ലിമിറ്റ് ആൻഡ് ലോവർ ക്ലാസ് ലിമിറ്റ് ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവൽ ഓർ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയും. വിഡ്ത്ത് എന്ന് പറഞ്ഞ വീതി അല്ലേ? ഇപ്പോൾ ക്ലാസ് ഇൻ്റർവൽ ഓർ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ലോവർ ക്ലാസ് ലിമിറ്റ്. അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് ലിമിറ്റും ഡിഫറൻസ് എന്ന് വെച്ചാൽ ക്ലാസ്സിന് എത്ര വീതിയുണ്ട്. വീതി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ അറ്റത്ത് ഈ അറ്റത്തേക്ക് എത്രയാണ് അതിൻ്റെ വാല്യൂ കിടക്കുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ 40 to 49, 40 and 49 ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് വിഡ്ത്ത് എത്രയായിരിക്കും? 49നും 40 ഇടയിൽ 49 മൈനസ് 40 ദാറ്റ് ഈക്വൽ ടു 9 അല്ലേ? 9 ആണ് ഇതിൻ്റെ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ്. നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡഡ്, എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡഡ് അല്ലാത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു 1 to 10 എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, ഈ 1 to 10 എന്ന് പറഞ്ഞ ക്ലാസ് എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പർ ലിമിറ്റിൻ്റെ വാല്യൂ അവിടെ കാണിക്കില്ല. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. ഇപ്പോൾ 1 to 10, 10 to 20 എന്നൊക്കെ പറഞ്ഞ് ഡാറ്റ കിടക്കുവാണ് അല്ലേ? ഇതിലൊരു സംഭവം റിപ്പീറ്റ് ആയില്ലേ? എന്താ റിപ്പീറ്റ് ആയത്? 10 എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡാറ്റയിൽ 10 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, നമ്മൾ രണ്ടിലും കൊണ്ട് എഴുതാൻ പറ്റില്ല അല്ലേ? ഇത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷനൊക്കെ തെറ്റിയെന്നർത്ഥം. ഒരേ സാധനം 2 തവണ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 10 എന്ന് പറഞ്ഞത് ഒന്നിക്ക് നമുക്ക് 1 to 10 ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ 10 to 20 ഇൻക്ലൂഡ് ചെയ്യാം. രണ്ടിലും കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ ഈ 10 നോർമലി നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യും? ഒന്നിൻ്റെ അപ്പറിലല്ല, നെക്സ്റ്റിൻ്റെ ലോവർ. അപ്പർ ലിമിറ്റ് ആയിരിക്കും എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡ് ചെയ്യാം, ലോവർ ലിമിറ്റ് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ 10 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നോക്കിയാൽ 1 to 9, 10 to 19. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല അല്ലേ? 9 എന്നുള്ളൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം തന്നെ ഇതിനകത്ത് കൊണ്ടിടും. 10 എന്ന് പറഞ്ഞ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് റിപ്പീറ്റ് എവിടെയും വരുന്നില്ല. അപ്പം നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഈ ക്ലാസ്സിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. 1 എന്ത് ചെയ്യാം? ഒന്നാമത്തേൽ. 9 എന്ത് ചെയ്യാം? ഒന്നാമത്തേൽ. 10 എന്ത് ചെയ്യാം? രണ്ടാമത്തേൽ. എവിടെയും നമ്മൾ ഒഴിവാക്കേണ്ട പരിപാടിയില്ല. ഇതിനാണ് നമ്മൾ ഇൻക്ലൂസീവ്. ഇൻക്ലൂസീവ് എന്ന പേര് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം. ഇൻക്ലൂഡഡ്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളതാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് റേഞ്ച്. നമ്മൾ നേരത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? എന്തിന് ഡിഫറൻസ് അത്? ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വിഡ്ത്ത് എന്ന് പറഞ്ഞത്. ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിഫറൻസ് തന്നെയാണ്. പക്ഷെ എന്തിന് ഡിഫറൻസാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ഓഫ് വേരിയബിൾ. വേരിയബിളിൻ്റെ തന്നെ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റിൻ്റെ ഡിഫറൻസിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് ഡാറ്റ. ഇപ്പോൾ കംപ്ലീറ്റ് ഡാറ്റ എടുത്ത് നോക്കിയിട്ട് അതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്, ലോവസ്റ്റ് വാല്യൂ ഏതാണ്, അതിൻ്റെ ഡിഫറൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഈ ഡാറ്റയിലെ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 14 അല്ലേ? ലോവസ്റ്റ് വാല്യൂ എത്രയാണ്? 30. ഡിഫറൻസ് എത്ര വരും അപ്പോൾ? 3. ഇതാണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ റേഞ്ച് ഈക്വൽ ടു ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഓൾ വേരിയബിൾസ്. ക്ലാസ് അല്ല, ഓൾ വേരിയബിൾസ്. ക്ലിയർ ആണല്ലോ റേഞ്ച് എന്താണെന്ന്? നെക്സ്റ്റ് ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നടുവിലത്തെ പോയിന്റ്, ക്ലാസിൻ്റെ നടുവിലത്തെ പോയിന്റ്. അതിനൊരു പേരും കൂടി പറയും ക്ലാസ് മാർക്ക് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇവിടെ 0 to 10 എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇൻ്റർവൽ. അതിൻ്റെ ക്ലാസ് മാർക്ക് എന്തായിരിക്കും? അപ്പം അതിന് നടുവിലത്തെ പോയിന്റ് 0-നും 10-ൻ്റെ ഇടയിലുള്ള പോയിന്റ് എന്താണ്? 5. 10 to 20 അതിൻ്റെ ക്ലാസ് മാർക്ക് എന്തായാലും 10-ൻ്റെ 20-ൻ്റെ നടുവിലത്തെ പോയിന്റ് എന്താ? 15. ഇനി അടുത്തത് 20 to 30, 25 അല്ലെ? നമ്മൾ എണ്ണി നോക്കി കണ്ടുപിടിച്ചു. അതല്ലാതെ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പം വലിയ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ഇരുന്ന് എണ്ണി കഴിഞ്ഞാൽ കയ്യും കാലൊന്നും മതിയാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പം ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക്
ഈക്വൽ ടു അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 5 എന്ന് മനസ്സിലായി, പക്ഷെ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ എങ്ങനെ വരും? അപ്പർ ക്ലാസ് ലിമിറ്റ് എത്ര? 10, ലോവർ ക്ലാസ് ലിമിറ്റ് 2 ഡിവൈഡഡ് ബൈ 2, സോറി 0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര വന്നു? 10 ഡിവൈഡ് ബൈ 2 5. ഇതന്നെയാണ് നമുക്ക് കിട്ടിയ ക്ലാസ് മാർക്ക്. രണ്ടാമത്തെ 10 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 30 ഡിവൈഡ് ബൈ 2. എത്ര കിട്ടി നമുക്ക്? 15. മൂന്നാമത്തെ എന്താണ്? ഇതേപോലെ തന്നെ ചെയ്യാം. 20 പ്ലസ് 30 ഡിവൈഡ് ബൈ 2. അപ്പോൾ എത്ര വരും? 50 ഡിവൈഡ് ബൈ 2 25. അപ്പോൾ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പം എന്താ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് എ ക്ലാസ്. മിഡിൽ വാല്യൂ, ക്ലാസ്സിന് മിഡിൽ വാല്യൂവിനെ നമ്മൾ എന്ത് പറയും? ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറയും. ഇറ്റ് ലൈസ് ഹാഫ് വേ ബിറ്റ്വീൻ ലോവർ ക്ലാസ് ലിമിറ്റ് ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ്. അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് ലിമിറ്റ് നടുവിലായിരിക്കും നമ്മുടെ ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞൊരു പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. എന്താ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ അതിന് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു ഇത് കാണിക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ലോവർ ക്ലാസ് ലിമിറ്റ് എവിടെ? ഇതിനകത്ത് 0 അല്ലേ? ഇതിനകത്ത് അപ്പർ ക്ലാസ് ലിമിറ്റ് എത്രയാണ്? 10. ക്ലാസ് മാർക്ക് എത്രയാണ്? ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് എത്ര വരും ഇതിനകത്ത്? അപ്പം 5. 10 പ്ലസ് 0 ഡിവൈഡ് ബൈ 2. ഇനി ഇതിനകത്ത് ലോവർ എത്ര? 10. അപ്പർ 20 എത്ര വരും? 10 പ്ലസ് 20 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 15. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാനുള്ള റഫ് ആയിട്ടുള്ള ഒരു ഡാറ്റ തന്നതാണ് ഞാൻ. നെക്സ്റ്റ് ഫ്രീക്വൻസി കേർവ് എന്ന് പറയും. ഫ്രീക്വൻസി കേർവ് എന്താണെന്ന്? കേർവ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി എന്തെങ്കിലും ഗ്രാഫിക് കാണിച്ചാൽ അതിന് നമുക്ക് കേർവ് എന്ന് പറയാം. ഇപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മളെടുത്ത് ഗ്രാഫിക് കാണിക്കുവാണ്. ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസി കേർവ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് നമ്മൾ ഗ്രാഫിൽ അങ്ങ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ കിടക്കുന്നുണ്ട്? ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ XY ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യാം? എക്സിൽ ക്ലാസ് കൊടുക്കുക, വൈയിൽ എന്ത് ചെയ്യുക? ഫ്രീക്വൻസി കൊടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 10 to 20 എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് എന്ത് വരുന്നുണ്ട്? 40 എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് എന്ത് വരുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഫ്രീക്വൻസി നേരെ മാർക്ക് ചെയ്യുക. എല്ലാം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കേർവ് കിട്ടും. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ വരണമെന്നില്ല, ഏത് ഷേപ്പിലും നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് ഷേപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഒരു ഫ്രീക്വൻസി കേർവ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അപ്പം അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ, ഷുഡ് വി ഹാവ് ഈക്വൽ ഓർ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ? ഈക്വൽ ഓർ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ എന്താണ് ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ, എന്താണ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ. അപ്പോൾ ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ വേണോ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ വേണോ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. രണ്ടാമത്തത്, ഹൗ മെനി ക്ലാസ്സസ് ഷുഡ് വി ഹാവ്? നമുക്ക് എത്ര ക്ലാസ് വേണം? മൂന്നാമത്തത്, വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ക്ലാസ്? ഓരോ ക്ലാസ്സിൻ്റെയും സൈസ് എന്താണ്? നെക്സ്റ്റ്, ഹൗ ഷുഡ് വി ഡിറ്റർമിൻ ദ ക്ലാസ് ലിമിറ്റ്? ക്ലാസ് ലിമിറ്റ് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? നെക്സ്റ്റ്, ഹൗ ഷുഡ് വി ഗെറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് ക്ലാസ്? ഓരോ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ കിട്ടും, അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പം ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അനാലിസിസിന് യൂസ്ഫുൾ ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറഞ്ഞത്? ഷുഡ് വി ഹാവ് ഈക്വൽ ഓർ അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ? ക്ലാസ് ഇൻ്റർവൽ എടുക്കുന്ന സമയത്ത് എന്താ ക്ലാസ് ഇൻ്റർവൽ? ക്ലാസ് വിഡ്ത്ത്, അതിന് ഡിഫറൻസ് അല്ലേ? ഈ ഡിഫറൻസ് എല്ലാത്തിലും ഈക്വൽ ആയിരിക്കണോ അതോ ഡിഫറെൻ്റ് ആയിരിക്കണോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കാം. ഒന്നാമത്തത് 10 to 19, എന്താ അതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ? 9 അല്ലേ, ഡിഫറൻസ്. രണ്ടാമത്തെ 20 to 29, 9 തന്നെയാണല്ലോ. അടുത്തടുത്ത് നോക്കിയാൽ 30 to 39, എന്ത് കിട്ടി? പിന്നെ 9 തന്നെ കിട്ടി. അപ്പോൾ മൊത്തത്തിൽ നമുക്കെല്ലാം 9 കിട്ടുന്നത്. അപ്പം എന്താ ഇത്? ഈക്വൽ അല്ലേ എല്ലാം വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയാം. രണ്ടാമത്തെ നോക്കിയാൽ 0 to 10,
0 to 10 എന്ന് പറഞ്ഞാൽ എത്രയായി? ഡിഫറൻസ് 10. അടുത്തടുത്ത് നോക്കിയാൽ 10 to 30 ആണ് അടുത്തത്. അപ്പം നമ്മൾ ഡിഫറൻസ് എത്ര വന്നു? അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവൽ എത്ര വന്നു? 20. ഇനി അടുത്ത എന്ത് വെച്ചു? 30 to 60 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര വന്നു? 30 വന്നു. അടുത്തത് 60 to 70, അവിടെ എന്ത് വന്നു? പിന്നെ 10 വന്നു. അടുത്തത് 70 to 100, അവിടെ എന്ത് വന്നു? 30 വന്നു. അപ്പോൾ ഇത് ഈക്വൽ ആണ് നമുക്ക് കിട്ടിയത്? അല്ല അല്ലേ? ഇതിനാണ് നമ്മൾ അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ഈക്വൽ സൈസ്ഡ് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അൺഈക്വൽ സൈസ്ഡ് എടുക്കാം. അല്ല, നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ അത് ചില കാര്യങ്ങൾ നോക്കി വേണം തീരുമാനിക്കാം. വെറുതെ അങ്ങ് ഈക്വലും അൺഈക്വലും ഒന്നും എടുത്ത് വെക്കാൻ പാടില്ല. അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പം ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ ഡാറ്റ ഇരിപ്പുണ്ട്, ഫ്രീക്വൻസി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാക്കി മാറ്റുന്ന സമയത്ത് നമുക്കത് ഈക്വൽ ക്ലാസ് എടുക്കണോ അൺഈക്വൽ ക്ലാസ് എടുക്കണോ എന്നൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 സിറ്റുവേഷൻ ഉണ്ട്. ആ 2 സിറ്റുവേഷൻ നമ്മൾ അൺഈക്വൽ എടുക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ സിറ്റുവേഷനും നമുക്ക് ഈക്വൽ അങ്ങ് എടുക്കാം. ഇപ്പം നോർമലി നമുക്ക് മനസ്സിലാക്കേണ്ട എന്താ? മെജോറിറ്റി സമയത്ത് നമുക്ക് ഈക്വൽ എടുക്കാം. അൺഈക്വൽ എടുക്കുന്ന സിറ്റുവേഷൻ ഓൺലി 2 എണ്ണേ ഉള്ളൂ. എപ്പോഴാണ് നമ്മൾ അൺഈക്വൽ എടുക്കുന്നത്? ഫസ്റ്റ്, വെൻ വി ഹാവ് ഡാറ്റ ഓഫ് ഇൻകം ആൻഡ് അതർ സിമിലർ വേരിയബിൾ. ഇൻകം അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു വേരിയബിൾ വേർ റേഞ്ച് ഈസ് വെരി ഹൈ. റേഞ്ച് ഭയങ്കര ഹൈ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു വേരിയബിൾ വരുവാണ്. ഫോർ എക്സാമ്പിൾ ഇൻകം നമ്മൾ പറഞ്ഞു. ഇപ്പം റേഞ്ച് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? എന്താ റേഞ്ച്? എന്തിൻ്റെയോ ഡിഫറൻസ് ആണ് റേഞ്ച്. എന്തിന് ഡിഫറൻസാ? നമ്മുടെ കയ്യിലെ മൊത്തം വേരിയബിളിൻ്റെ ഹയസ്റ്റിൻ്റെയും ലോവസ്റ്റിൻ്റെ ഡിഫറൻസ് ആയിരുന്നു റേഞ്ച്. ഓർമ്മയുണ്ടല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ റേഞ്ച് നോക്കാം ആദ്യം. എന്നിട്ട് റേഞ്ച് ഭയങ്കര ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യാം? അൺഈക്വൽ അങ്ങ് എടുക്കാം. ഇങ്ങനെ റേഞ്ച് ഭയങ്കര ഹൈ ആവുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻകത്തിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് പോയി ചോദിച്ചു, നിങ്ങളുടെ ഇൻകം എത്രയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ജോലിക്കൊന്നും പോണില്ല. അപ്പോൾ ഇൻകം എത്രയായി? 0 ആയി അല്ലേ? അടുത്ത ആളോട് ചോദിച്ചു, നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ ഇൻകം? അപ്പോൾ അയാൾ ഒരു കമ്പനിയുടെ CEO ആണ്. അയാൾ പറയുകയാണ്, എൻ്റെ ഇൻകം ഒരു 5 ലക്ഷം വരും. ചെറിയ കമ്പനിയുടെ CEO ആണ്. അടുത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഇൻകം എത്രയാണ്? അപ്പം എനിക്കൊരു 10,000 രൂപ കിട്ടും മാസത്തിൽ. അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഒരാളോട് കണ്ടു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ജോലി? IT കാരനാണ്. അപ്പം എത്ര ശമ്പളം എത്രയുണ്ട്? ഒരു 1.5 ലക്ഷം രൂപ കിട്ടും. അപ്പം നമ്മുടെ കയ്യിൽ ഇത്രയും ഡാറ്റ ഉണ്ട് അല്ലേ? ഈ ഡാറ്റയുടെ റേഞ്ച് ഒന്ന് നോക്കിക്കേ. 0 മുതൽ 5 ലക്ഷം വരെ പോവുകയാണ് അല്ലേ? ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 4 ഡാറ്റ കളക്ട് ചെയ്തപ്പോൾ തന്നെ 5 ലക്ഷവും 1 ആണ് ഹയസ്റ്റ് ലോവസ്റ്റ്. റേഞ്ച് 5 lakhs ആണ്. റേഞ്ച് ഈസ് ഹൈ അല്ലേ? റേഞ്ച് ഹൈ ആയ നമ്മൾ അപ്പം എന്ത് ചെയ്യണം? അൺഈക്വൽ അങ്ങ് എടുത്ത് കളയാം. ഒന്നാമത്തെ കാര്യം റേഞ്ച് നോക്കുക. റേഞ്ച് ഹൈ ആണെങ്കിൽ നമ്മൾ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ അങ്ങ് എടുക്കാം. നെക്സ്റ്റ്, a large number of values are concentrated in a small part of the range. ഒരുപാട് വാല്യൂ ഒരു ചെറിയ പാർട്ട് ഓഫ് റേഞ്ചിൽ കൊണ്ടുപോയി കോൺസെൻട്രേറ്റഡ് ആണ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഡാറ്റ ഇനി കളക്ട് ചെയ്തുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ, അപ്പോൾ മെജോറിറ്റി ആൾക്കാരും എന്താണ് ഒരു 10 മുതൽ ഒരു 50യുടെ ഇടയിൽ സാലറി വാങ്ങിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ 10 30യുടെ ഇടയിൽ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും മെജോറിറ്റി ആൾക്കാർ അല്ലേ? പിന്നെ അതിൻ്റെ മേലെയുള്ള ഒരു കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ. അപ്പം നമ്മുടെ മെജോറിറ്റി ഡാറ്റയും എവിടെയാണ് കിടക്കുന്നത്? ഈ 10 to 30 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലാണ്. പക്ഷെ നമുക്ക് ഡാറ്റ എവിടെ വരെ ഉണ്ട്? 5 lakh. ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 50 lakh വരെയൊക്കെ എത്താം അല്ലെ? 50 lakh 1 crore ഒക്കെ ചിലപ്പം സാലറി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അവർ ബിസിനസ് നടത്തണം. അപ്പോൾ ബിസിനസ് നടത്തുന്നവരുടെ ഇൻകം എത്രയായിരിക്കും? നമുക്ക് ലിമിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ലിമിറ്റ് ഉണ്ടാവും, ഒരുപാട് എമൗണ്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പക്ഷെ നമ്മുടെ മെജോറിറ്റി ആൾക്കാർ എന്താണ്? ഇപ്പം കേരളത്തിലൊക്കെ മെജോറിറ്റി ആൾക്കാർ സാലറിഡ് പേഴ്സൺ, സാലറി വാങ്ങിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ സാലറി പറയുമ്പോൾ ഒരു 10 to 30 റേഞ്ചോ 10 to 40 റേഞ്ചോ ആ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മുടെ മെജോറിറ്റി ഡാറ്റ ഈ ഒരു കോർണറിൽ കിടക്കുവാണ്, പക്ഷെ നമ്മുടെ റേഞ്ചും ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ബെറ്റർ? ഈ കുറച്ച് ഡാറ്റ ഉള്ളതിന് കുഞ്ഞു കുഞ്ഞു ക്ലാസ്സസ് ആക്കി കാണിക്കാം. ബാക്കി കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒറ്റ ക്ലാസ്സിലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ എന്താ സംഭവിച്ചത്? ലാർജ് നമ്പർ ഓഫ് വാല്യൂസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ പാർട്ട് ഓഫ് റേഞ്ച്. ചെറിയ ഒരു റേഞ്ചിനിടയിൽ ഒരുപാട്
ഡാറ്റാസ് കിടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എടുക്കണം. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമ്മൾ ഡാറ്റയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഡാറ്റ ഇപ്പം 0 to 5 lakh വരെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് 0 to 2.5 lakhs, 2.5 lakhs to 5 lakhs. അപ്പോൾ 2.5 lakhsiനിടയിൽ നമ്മൾ ഈ 10,000 രൂപ 10,000 വരെ അതിനിടയിൽ വന്നു. അപ്പം നമ്മൾ നോർമലി നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ 0 to 2.5 lakhs ഒന്നാമത്തെ ക്ലാസ്, 2 ക്ലാസ് ആക്കി മാറ്റി 2.5 to 5 lakhs ഇങ്ങനെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഫ്രീക്വൻസി എത്രയാണ്? 3 ഇതിനകത്ത് വരുന്നുണ്ട്, 1 ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പം നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? മെജോറിറ്റി ആൾക്കാരുടെയും സാലറി 0 മുതൽ 2.5 ലക്ഷം വരെയാണ്. സത്യമാണോ ഈ പറഞ്ഞത്? അല്ല അല്ലേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്താ? നമ്മൾ കൊണ്ട് ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എടുത്തു. ക്ലാസ് ഇൻ്റർവൽ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചോ? നമ്മുടെ കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ മിസ്സായി. അപ്പോൾ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഓൺ മെനി വാല്യൂസ്, പല വാല്യൂസിലൂടെ ഇൻഫർമേഷൻ വന്നില്ല. അതെല്ലാം കൂടി ഒരു ഗ്രൂപ്പിൽ അങ്ങ് പോയി. അപ്പം ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ഈ പറഞ്ഞ 3 എന്നുള്ളതിന് പല ഗ്രൂപ്പാക്കി മാറ്റണം. അപ്പം ഇതിനകത്ത് നമുക്ക് കുറേ ക്ലാസ്സസ് എടുക്കാം, കുഞ്ഞു കുഞ്ഞു ക്ലാസ്സസ് എടുക്കാം. ഇത് മൊത്തം ഒന്നിലാക്കിയ കുഴപ്പമില്ല. ബിക്കോസ് നമ്മളിപ്പം 2.5 lakhs to 3 lakh എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഡാറ്റ ഇല്ല. 3 lakh to 4 lakh എടുത്താൽ അതിൽ ഡാറ്റ ഇല്ല. 4 lakh to 5 lakh എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡാറ്റ ഉണ്ട്. അപ്പോൾ അത് കുറേ വെറുതെ 0 ക്ലാസ്സസ് എടുക്കുന്നതിലും നല്ലത് എന്താണ്? എല്ലാം കൂടി ഒരുമിച്ച് ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ 2 സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എടുക്കണം. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം പോലത്തെ ഭയങ്കര റേഞ്ച് വരുന്ന വാല്യൂസ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരുപാട് വാല്യൂസ് ഒരു ചെറിയ പാർട്ട് ഓഫ് റേഞ്ചിൽ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഡാറ്റാസ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ നമുക്ക് എടുക്കാം. ഇനി നെക്സ്റ്റ്, ഇൻ സച്ച് സിറ്റുവേഷൻ ഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ് ആർ നോട്ട് സ്യൂട്ടബിൾ. അത് സ്യൂട്ടബിൾ അല്ല. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ മനസ്സിലായില്ലേ? If the class intervals are moderate size and equal, there will be a large number of classes. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം റേഞ്ച് കൂടുതലാണ്. അപ്പോൾ ഒരു കുഞ്ഞു ക്ലാസ് എടുക്കുന്നു വിചാരിച്ചു, നമ്മൾ 10,000 ഡിഫറൻസ് ഉള്ള ക്ലാസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുപാട് ക്ലാസ്സസ് അവിടെ വരും അല്ലേ? അപ്പോൾ 0 to 5 lakhിനിടയിൽ ഒരുപാട് ക്ലാസ്സസ് വരും. അപ്പം നമ്മൾ എന്ത് സംഭവിക്കുന്ന? മോഡറേറ്റ് സൈസ് ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്ലാസ്സസ് വരും. ഇനി ഇൻ്റർവൽസ് ലാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇൻഫർമേഷൻ സപ്രസ് ആയിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ? ഇൻഫർമേഷൻ സപ്രസ് ആയി. നമ്മുടെ ഇൻഫർമേഷൻ കറക്റ്റ് എന്താണ്? മെജോറിറ്റി ആൾക്കാരുടെയും സാലറി അല്ലെങ്കിൽ ഇൻകം കിടക്കുന്നത് 0 to 40 lakhsലാണ്. പക്ഷെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇവിടെ എന്താണ്? 0 to 2.5 lakhsലാണ് മെജോറിറ്റി ആൾക്കാരുടെയും ഇൻകം കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത് തെറ്റായിപ്പോയി, കുറച്ച് ഇൻഫർമേഷൻ സപ്രസ് ആയിപ്പോയി. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ക്ലാസ്സസ് ഷുഡ് വി ഹാവ്? നമുക്ക് എത്ര ക്ലാസ് വേണം? അപ്പം നമ്മൾ നോർമലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്ലാസ് എന്ന് പറഞ്ഞാൽ 6 to 15 ആയിരിക്കണം നമ്മുടെ നമ്പർ ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ 6 to 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റേഞ്ച് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ച് 5 lakh ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ 6 അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 15. നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 15 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എത്ര എടുക്കണം, നമ്പർ എത്ര എടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ ഓരോ ക്ലാസ്സിൻ്റെ സൈസ് എന്താണ്? അപ്പം നേരത്തെ പറഞ്ഞ അതും ഇതും രണ്ടും എന്താണ്? ഇൻ്റർറിലേറ്റഡ് ആണ് അല്ലേ? അപ്പം നമുക്ക് ഒന്ന് മാത്രമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ റേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റേഞ്ച് ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര ക്ലാസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈസ് കിട്ടും. എന്നിട്ട് റേഞ്ച് ഡിവൈഡ് ബൈ സൈസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ക്ലാസ്സസ് കിട്ടും. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റർചേഞ്ചബിളി കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈഡ് ചെയ്യാം. ഇനി ക്ലാസ് ലിമിറ്റ് ഇൻക്ലൂസീവ് ഉണ്ടാവും, എക്സ്ക്ലൂസീവ് ഉണ്ടാവും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് അല്ലേ? എന്താണ് ഇൻക്ലൂസീവ്, എന്താണ് എക്സ്ക്ലൂസീവ് എന്ന്. ഇപ്പം ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാ ഡാറ്റയും അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എല്ലാം നമ്മൾ ആ ക്ലാസ്സിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ ആ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഏതിൻ്റെ ബേസിലാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്? നമുക്ക് ഒന്നാമത്തെ എന്താ പറഞ്ഞാൽ? ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ. അതിനകത്ത്
ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. അതിൻ്റെ ഫ്രീക്വൻസി ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യും. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഐദർ അപ്പർ ഓർ ലോവർ ലിമിറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. ഇപ്പോൾ ഫ്രീക്വൻസി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് ലിമിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് ലിമിറ്റ് എങ്ങനെ ഡിസ്കസ് ചെയ്യാം? ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ നമുക്ക് യൂസ് ചെയ്യാം. ഏതിൻ്റെ കേസിലാണെങ്കിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ബെറ്റർ ഇൻക്ലൂസീവ് എടുക്കുന്നതാണ്. എന്താ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിളിന് ഫ്രാക്ഷൻസ് വരാം, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ്സ് വരാം, അതിനെ കണ്ടിന്യൂസ് എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻക്ലൂസീവ് എടുക്കാം, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എന്താ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഏത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് പറയുന്നത്. ഇപ്പം ഇൻക്ലൂസീവ് ക്ലാസ്സസിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ സെക്കൻഡ് എടുക്കുക, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് എടുക്കുക. ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാം. ഈ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സബ്സ്ട്രാക്ട് ദ വാല്യൂ ഒബ്റ്റെയിൻ ഫ്രം ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. ആഡ് ദ വാല്യൂ ഒബ്റ്റെയിൻ ടു അപ്പർ ലിമിറ്റ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമെന്ന് അറിയാം, നമുക്കത് ചെയ്ത് തന്നെ നോക്കാം. അപ്പം ഇതിനകത്ത് നമുക്ക് 0 to 99 എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇൻ്റർവൽ വന്നിട്ടുണ്ട്. ഈ 0 to 99 എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റും ഇതിൻ്റെ ലോവർ ലിമിറ്റും എന്താ ഡിഫറൻസ്? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, 100 മൈനസ് 99, നമ്മൾ ഡിഫറൻസ് 1 കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2, 0.5. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് എന്താ, സബ്ട്രാക്ട് ദ വാല്യൂ ഫ്രം ലോവർ ലിമിറ്റ് ഓഫ് ഓൾ ക്ലാസ്സസ്. എല്ലാ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്ന് അത് മൈനസ് ചെയ്യാം, അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എടുത്തു 99 പ്ലസ് 0.5, 99.5. ഇനിയിപ്പം അടുത്ത ക്ലാസ് 100നെ എന്താക്കി മാറ്റാം നമുക്ക്, 100 മൈനസ് 0.5, 99.5. അതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 99.5 ആണ്, ലോവർ ലിമിറ്റ് 99.5 ആണ്. ഒന്നിൻ്റെ അപ്പർ ലിമിറ്റും അടുത്തതിന് ലോവർ ലിമിറ്റും സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്തായി, ഇൻക്ലൂസീവ് ക്ലാസ് ആയി മാറിയില്ലേ. അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്ക്ലൂസീവിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻക്ലൂസീവ് ആക്കി മാറ്റി. അപ്പം എക്സ്ക്ലൂസീവ് ക്ലാസ്സസിനെ ഇൻക്ലൂസീവ് ആക്കി മാറ്റാനാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്ന കാര്യം. അപ്പോൾ ഈ നമ്മളിപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ അഡ്ജസ്റ്റഡ് ക്ലാസ് മാർക്ക്, പുതിയ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് തന്നെ ക്ലാസ് മാർക്ക് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 അല്ലേ. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, അഡ്ജസ്റ്റഡ് അപ്പർ ലിമിറ്റ് പ്ലസ് അഡ്ജസ്റ്റഡ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച അപ്പർ ലിമിറ്റ് പിന്നെ പുതിയതായിട്ട് കണ്ടുപിടിച്ച ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മളിതിൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൗ ഷുഡ് വി ഗെറ്റ് ഫ്രീക്വൻസി ഫോർ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിനും നമ്മൾ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രീക്വൻസി എന്തായിരുന്നു, ഒരു വേരിയബിൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡാറ്റ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, ഇതാണ് ഫ്രീക്വൻസി. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഇസ് ദ ഹൗ മെനി ടൈംസ് ദാറ്റ് ഒബ്സർവേഷൻ ഒക്കേഴ്സ് ഇൻ റോ ഡാറ്റ. റോ ഡാറ്റയിൽ എത്ര തവണ വരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എണ്ണി നോക്കിയാൽ മതി അല്ലേ. ആ ഡാറ്റക്കകത്ത് നമ്മൾ നേരത്തെ എണ്ണി നോക്കിയില്ല, 30 എത്ര തവണ വന്നു, 2 തവണ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എണ്ണി തെറ്റിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. നമ്മളിപ്പോൾ എണ്ണി ഇവിടുന്ന് രണ്ടാമത്തെ ലൈനിൽ 3, 4, 5 എന്നൊക്കെ എണ്ണി കഴിഞ്ഞ ഒരു 10, 25 ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാൽ കയ്യും കാലമൊക്കെ എണ്ണി കഴിഞ്ഞപ്പോൾ 20 വരലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അടുത്തത് എവിടെ കൊണ്ടേ എണ്ണും. അപ്പം അങ്ങനെ എണ്ണുമ്പോൾ എന്ത് ചെയ്യും, തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടാലി മാർക്ക്. ടാലി മാർക്ക് ഓരോ ക്ലാസ്സിനും കൊടുക്കും. അപ്പോൾ ടാലി മാർക്ക് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ റോ ഡാറ്റ ഉണ്ട്. ഇവിടെ ഈ റോ ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പാക്കി മാറ്റി. 180 to 219, 210, 20 to 259 എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പാക്കി മാറ്റി. ഇനി 180 മുതൽ 219 വരെ ഇരിക്കുന്ന എത്ര ഡാറ്റ അതിനകത്ത് കിടപ്പുണ്ട്, എത്ര വേരിയബിൾ അതിനകത്ത് കിടപ്പുണ്ട്. 185 ഉണ്ട് അല്ലേ. 185 എവിടെ വരും, 180 to 219 കിടക്കും അല്ലേ. അപ്പോൾ 185 ഇതിനകത്ത് ഒരെണ്ണം വന്നു. അപ്പോൾ ഒരു വഴി വരക്കാം. ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതാണ് ടാലി മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വര വരച്ചു. എന്നെ അടുത്ത ഡാറ്റ എന്താ, 303. അതെവിടെ വരും, 300 to 340 വരും അല്ലേ. അപ്പോൾ അവിടെയും നമ്മൾ വരച്ചു ഒരു വര, അവിടെ ഒരെണ്ണം ഉണ്ട്. അടുത്ത 198, ഈ 198 എവിടെ വര വരക്കും ഇനി പറഞ്ഞ, നിങ്ങളൊന്ന് പറഞ്ഞ എവിടെ കൊണ്ട് വര വരക്കും, ഒന്നാമത്തേൽ തന്നെ വരക്കണം അല്ലേ. അപ്പോൾ അവിടെ 2 വരെയായി എന്ന് വെച്ചാൽ അവിടെ 2 പേരുണ്ടെന്ന് അർത്ഥം. മൂന്നാമത്തെ 201, 201ൻ്റെ വര ഇവിടെ കൊണ്ട് വരക്കും മക്കളെ, ഇവിടെ തന്നെ വരക്കണം എന്നുവെച്ചാൽ 219 വരെ അവിടെയാണ്. അടുത്തത് എന്ത് ചെയ്തു, 207 ആണ്. 207ൻ്റെ വര ഇവിടെ വരക്കണം, 219 വരെ ഇതിനകത്താണ്. അപ്പം 4 എണ്ണം ഇവിടെ ആയി. ഇനി അടുത്തത് എന്താണ്, 213 ആണ്. 213 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 219 വരെ ഇവിടെയാണ്. അപ്പം അതിനകത്ത് തന്നെ വരക്കണം. പക്ഷെ ഈ 4 എണ്ണം കഴിഞ്ഞ് 5ാമത്തെ വര വരക്കും നമ്മൾ ശ്രദ്ധിക്കണം, ക്രോസ് ആയിട്ട് അങ്ങ് വരച്ചേക്കാം. എന്തിനാന്ന് നമുക്കങ്ങ് മനസ്സിലായി. ഒരു ഗ്രൂപ്പ് കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 5 ആണെന്ന്. അല്ലെങ്കിൽ ഈ വര എണ്ണി നമ്മൾ പിന്നെയും തെറ്റിക്കും അല്ലേ. അപ്പം എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഒരു ഗ്രൂപ്പായി, ഇതിനെ കണ്ടാൽ നമുക്കറിയാം 5. നമുക്കിനി എണ്ണ ഉണ്ട് ഇവിടെ, ഇത് കണ്ടാൽ തന്നെ അറിയാം ഓക്കെ 5 ആയി. ഇനി അടുത്ത നമ്പർ എത്രയാണ്, 215. 215 എവിടെ വരക്കും, ഇതിനകത്ത് തന്നെ വരുന്നത്. അപ്പം 5 കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ട് ഇതിനങ്ങ് വരച്ചു. ഇനി അടുത്ത് എന്ത് വന്നു, 218. 218 എവിടെ വരുന്നുണ്ട്, അതിനകത്ത് തന്നെ വരും. അപ്പം എന്ത് ചെയ്തു, അവിടെ തന്നെ വര വരച്ചു. അപ്പം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി പോകും. അപ്പോൾ ഓരോ 5 ആകുമ്പോൾ നമ്മളതിന് ക്രോസ് ചെയ്തിടും. രണ്ടാമത്തെ ക്ലാസ് കണ്ടോ നിങ്ങൾ, 5, 10, പിന്നെ ഇത് 4, 14. എണ്ണിപ്പോൾ ഈസി ആയിട്ട് മനസ്സിലായി. ഇതല്ലാതെ നമ്മൾ കൊണ്ട് 14 വര ഇട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇതൊന്ന് എണ്ണി തന്നെ മക്കളെ, എന്തൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ടാലി മാർക്കിനെ കൊണ്ടുപോയിട്ട് ഗ്രൂപ്പാക്കി ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം 5, 5, 10, 14 ഇത് കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലായി. ഇത് കണ്ടാൽ 15 ആണെന്ന് നമുക്ക് എണ്ണാതെ തന്നെ അറിയാം. ലാസ്റ്റത്തത് നോക്കിക്കേ, 5, 10, 15 എത്ര ഈസി ആയിട്ട് മനസ്സിലായി. അപ്പം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിന് ടാലി മാർക്കിന് 5 എണ്ണമുള്ള ബണ്ടിൽസ് ആക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിനാണ് ടാലി മാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലോസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ഒരു വിലയില്ല. അവിടെ നമ്മൾ ഡാറ്റ ഗ്രൂപ്പ് ചെയ്തു, നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരുടെയും മാർക്ക് എടുത്തു, ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അപ്പം 50 മാർക്ക്, 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 ഇങ്ങനെ അങ്ങ് ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. ഗ്രൂപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെന്ത് ചെയ്തു, അതിനകത്ത് ഓരോന്നിലും 0 to 10 എത്ര പേർക്ക് മാർക്ക് കിട്ടി, 10 to 20 എത്ര പേർക്ക് കിട്ടി, 45 to 50 അല്ല 40 to 50 എത്ര പേർക്ക് കിട്ടി, ഇങ്ങനെ കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരാൾ ചോദിക്കുകയാണ് 50 മാർക്ക് കിട്ടി എത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇൻഡിവിജ്വൽ ഒബ്സർവേഷന് പിന്നെ നമുക്ക് വാല്യൂ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ കംപ്ലീറ്റ് ക്ലാസിഫൈഡ് ഡാറ്റ, പിന്നെ റോ ഡാറ്റ നമ്മൾ കളഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പം നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് 45 മാർക്ക് കിട്ടി എത്ര പിള്ളേരുണ്ട് ഈ ക്ലാസ്സിൽ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ആ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇതിനാണ് ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ, ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അവിടെ ഒരു വിലയും ഇല്ല. നെക്സ്റ്റ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് അൺഈക്വൽ ക്ലാസ്സസ്. അൺഈക്വൽ ക്ലാസ്സസിൽ വരുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് അൺഈക്വൽ ക്ലാസ്സസ് വിൽ ബി മോർ അപ്രോപ്രിയേറ്റ്. ചില സമയത്ത് അൺഈക്വൽ ക്ലാസ്സസ് ആയിരിക്കും മോർ അപ്രോപ്രിയേറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, റേഞ്ച് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അൺഈക്വൽ ക്ലാസ്സസ് എടുക്കും. ബട്ട് ഇഫ് ക്ലാസ്സസ് ആർ ടു ബി ഫോംഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ക്ലാസ് മാർക്ക് കോയിൻസൈഡ് the value around which observation in the class tend to concentrate, then unequal class interval is more appropriate. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ക്ലാസ് മാർക്ക് കോയിൻസൈഡ് ചെയ്യാണ്, വാല്യൂ അറൗണ്ട് ദ ഒബ്സർവേഷൻ ഇൻ ദ ക്ലാസ് ടെൻഡ് ടു കോൺസെൻട്രേറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള വാല്യൂ എല്ലാം കോൺസെൻട്രേറ്റ് ആയി പോകും. നമ്മൾ നേരത്തെ ഇൻകമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ ഇസ് മോർ അപ്രോപ്രിയേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞത്. നെക്സ്റ്റ്, ഫ്രീക്വൻസി അറേ. അപ്പോൾ ഫ്രീക്വൻസി അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻ എ ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ ആണ് നമ്മൾ എത്ര നേരം ചെയ്തത്. ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ ആ ക്ലാസിഫിക്കേഷനെ നമ്മൾ ഫ്രീക്വൻസി അറേ എന്ന് പറയും. ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് ഫ്രീക്വൻസി അത് നമ്മൾ ഫ്രീക്വൻസി അറേ എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി അറേ എന്ന് പറയും. ബട്ട് സിൻസ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ടേക്സ് വാല്യൂസ് ആൻഡ് നോട്ട് ഇൻ്റർമീഡിയറ്റ് ഫ്രാക്ഷൻസ്, അപ്പോൾ ഫ്രാക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല. വി ഹാവ് ഫ്രീക്വൻസീസ് ദാറ്റ് കറസ്പോണ്ട് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് ഇൻറ്റിഗ്രൽ വാല്യൂസ്. അപ്പോൾ ഓരോ വാല്യൂക്കും നമ്മൾ ഫ്രീക്വൻസി കൊടുക്കും. നമ്മൾ നോർമലി അതിനെ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാറില്ല. ഈച്ച് വാല്യൂസിന് നമ്മൾ ഫ്രീക്വൻസി കൊടുത്ത് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ. അപ്പോൾ ഒരാൾ മാത്രം ഉള്ള ഹൗസ് ഹോൾഡ് 5 എണ്ണം ഉണ്ട്. അപ്പം 5 എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വേരിയബിൾ. 2 ആൾക്കാരുള്ള 15 വീടുണ്ട്. 3 ആൾക്കാർ താമസിക്കുന്ന 25 വീടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ക്ലാസ് ആക്കി മാറ്റുമോ? ഇല്ല അല്ലേ, നമ്പേഴ്സ് ആണ് നമ്മളിവിടെ. അപ്പോൾ ഈ നമ്പേഴ്സ് ഇത് നമുക്ക് ക്ലാസ് ആക്കി മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ, കണ്ടിന്യൂസ് വേരിയബിൾ അല്ല. അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഫ്രീക്വൻസി അറേ. പേര് കേട്ട് പഠിക്കേണ്ട വലിയ സംഭവമൊന്നുമല്ല, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ക്രീറ്റ് വേരിയബിളിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഫ്രീക്വൻസി അറേ എന്ന് പറയും. അതിന് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞില്ല ഒന്നുകൂടെ പഠിക്കാനുണ്ടായിരുന്ന ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ 2 അല്ലേ, മോണോ എന്ന് പറഞ്ഞാൽ 1, ബൈ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ 2, വേരിയേറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ. 2 വേരിയബിളിനെ എടുത്ത് നമ്മൾ ഒറ്റ ഡിസ്ട്രിബ്യൂഷനിൽ കാണിക്കുവാണെങ്കിൽ അതിനെ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾസ് ഇത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നമുക്ക് 2 വേരിയബിൾ എന്ന് പറഞ്ഞത് സെയിൽസും അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസും. 2ൻ്റെ ഡാറ്റയും കൂടി ഒരുമിച്ച് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ കാണിച്ചു. നോർമലി നമുക്ക് എങ്ങനെ കാണിക്കാം? സെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊരു ഓപ്ഷൻ. രണ്ടാമത് എന്ത് ചെയ്തു? അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് 2ഉം കൂടി ഒറ്റ ഒന്നിലും കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ മേലെ കാണിച്ചിരിക്കുന്ന ലാക്സിൽ സെയിൽസ് കാണിച്ചിട്ടുണ്ട്, സൈഡിൽ എന്ത് ചെയ്തു? അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കാം, 115 to 125 എന്ന് പറഞ്ഞ സെയിൽസ് വന്നിരിക്കുന്നതും 62 to 64,000 അഡ്വർടൈസ്മെൻറ്റിന് സ്പെൻഡ് ചെയ്തിട്ടുള്ളതുമായ 2 കമ്പനീസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് റീഡ് ചെയ്യുന്നത്. നേരത്തെ ഒക്കെ നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡാറ്റയും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കുവാണ്, 2 വേരിയബിൾ ഒരുമിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 ഫേംസിന് എന്താ സംഭവിക്കുന്നത്? 115 മുതൽ 125 ലാക്സ് വരെ സെയിൽസ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് അവരുടെ സെയിൽസ്. ഇനി അവർ അഡ്വർടൈസ്മെൻറ്റിന് സ്പെൻഡ് ചെയ്തിരിക്കുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 62,000 മുതൽ 64,000 രൂപ വരെയാണ് അവർ അഡ്വർടൈസ്മെൻറ്റിന് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ 2 ഫേംസ് ആണുള്ളത്. ഇങ്ങനെയാണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്യുന്നത്. ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾസ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അപ്പം ഈ ബൈവേരിയേറ്റ് പറയുമ്പം ഒന്നും കൂടി നമുക്കറിയാം മോണോവേരിയേറ്റ് അല്ലേ. മോണോവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ആയിട്ടുള്ള ഒരു വേരിയബിൾ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിൻ്റെ നോർമലി നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയാം, അല്ലെങ്കിൽ അത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി അറേ എന്നും പറയും. അപ്പോൾ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസിന് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റോ അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് ഡാറ്റ എന്ന് പറയും. ഈ ഡാറ്റയെ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിന് നമ്മൾ അനാലിസിസ് ചെയ്യണം. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളക്ട് ചെയ്ത ഡാറ്റയെ അനാലിസിസ് ചെയ്യണമെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഇപ്പോൾ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് വേരിയബിളിനുണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിളിനുണ്ട്. കണ്ടിന്യൂസ് വേരിയബിളിനുള്ളപ്പം നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഡിസ്ക്രീറ്റ് വേരിയബിളിനുള്ളപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി അറേ എന്ന് പറയും. ഇനി പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇതിനകത്ത് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? ഈ കാര്യം കൂടെ നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എസ്സേ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഈ 5 ക്വസ്റ്റ്യൻ മറന്നു പോകരുത്. അപ്പം നമ്മളിതിൽ ഓർക്കേണ്ട മെയിൻ ആയിട്ട് കാര്യങ്ങൾ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ക്രോണോളജിക്കൽ, സ്പേഷ്യൽ, പിന്നെ
ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിച്ച വേരിയബിൾസ്, 2 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഫ്രീക്വൻസി, എന്താണ് ടാലി മാർക്ക്, എന്താണ് ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് എന്താണ്, ലോവർ ലിമിറ്റ് എന്താണ്, ക്ലാസ് ഇൻ്റർവൽ അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്താണ്, ക്ലാസ് വിഡ്ത്ത് എന്താണ്, മിഡ് പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് മാർക്ക് എന്താണ്, റേഞ്ച് എന്താണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ മൈൻഡിൽ വെക്കാം. അതിന് ഷോർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് എഴുതി വെക്കാം. അപ്പം നിങ്ങൾ ഈ കംപ്ലീറ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഒറ്റ പേജിൽ തീരും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു സമാധാനം, അയ്യോ ഇത്രേ പഠിക്കാനുള്ളൂ അല്ലേ, കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓൺ വേർഡ്സിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആ രീതിയിൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം മെയിൻ പോയിന്റ് മാത്രം എഴുതി വെക്കാം. ഓരോരോ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്സ് എഴുതി അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രം എഴുതി വെക്കാം. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ്, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈക്വലോ അൺഈക്വലോ എന്ത് വേണം, രണ്ടാമത്തെ നമുക്ക് എത്ര ക്ലാസ് വേണം, ഈ ക്ലാസ്സിൻ്റെ സൈസ് എന്തായിരിക്കണം, ക്ലാസ്സിൻ്റെ ലിമിറ്റ് നമ്മളെങ്ങനെ തീരുമാനിക്കും, ഇനി ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും. ഈ 5 ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അപ്പോൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഓരോന്നിൻ്റെ ആൻസേഴ്സ് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്താ, അതിനിടയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ എന്താണ്, എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ എന്താണ്, ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എന്താണ്, അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എന്താണ്, ഇൻക്ലൂസീവിനെ നമ്മൾ എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാം, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അഡ്ജസ്റ്റഡ് ക്ലാസ് ഇൻ്റർവൽ എന്താണ്, അത് തന്നെയാണ് അതിൻ്റെ അഡ്ജസ്റ്റഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം, ടാലി മാർക്ക് എന്താണ്, ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോർ അൺഈക്വൽ ക്ലാസ്സസ് ഉണ്ട്, പിന്നെ ഫ്രീക്വൻസി അറേ. പിന്നെ ഒന്നും കൂടി പഠിച്ചിട്ടുണ്ട് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കൂടി മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 3 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതൊന്ന് നിങ്ങൾ കമ്പൈൻ ചെയ്ത് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.